ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്തായാലും നാട്ടിൽ വന്നിരിക്കുകയല്ലേ. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം തിന്നില്ലെങ്കിൽ എങ്ങനാ? അതെ, ഇവിടുത്തെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇതേപോലെ കടുമ്പും പന്നിക്കറിയാണേ. അപ്പൊ നമ്മൾക്ക് കടുമ്പും പന്നിക്കറി ഉണ്ടാക്കിയാലോ? ആദ്യം കടുമ്പിന് വേണ്ടിയിട്ട് പച്ചരി തരിതരിയായിട്ട് അരിച്ചതും തേങ്ങയും മിക്സ് ആക്കി നല്ലോണം അടുപ്പിൽ വെച്ച് കുറുക്കി എടുത്തതിന് ശേഷം ഉണ്ടയാക്കി വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് പന്നിക്കറി റെസിപ്പി റെഡിയാക്കാം. പന്നിയിറച്ചി ഇതേപോലെ കട്ട് ചെയ്ത് അതിന്റെ നെയ്യ് സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിന്റെ നെയ്യ് എടുക്കാം കേട്ടോ. എന്നിട്ട് 3 കിലോ ഇറച്ചിക്ക് 2 ലിറ്ററോളം നെയ്യ് ഉണ്ടായിരുന്നു. അങ്ങനെ നെയ്യ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഉള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മുതലായ ഒന്നിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വേണം അടുപ്പത്ത് വെക്കാൻ. പിന്നെ മൂപ്പിച്ച മുളക് പൊടിയും മസാലയും ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നല്ലോണം ഇളക്കി വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പുളി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഇട്ട് മിക്സ് ആക്കി നല്ലോണം അടുപ്പത്ത് വെച്ച് വേവിക്കാം. ലാസ്റ്റ് വെന്തതിന് ശേഷം കരിവേപ്പിലയും പുതിനയും ഇട്ട് കൊടുക്കാം. കറി റെഡി. ഉണ്ടയും പന്നിക്കറിയും പിന്നെ ഇത്തിരി നാരങ്ങ പിഴിയാട്ടോ. പന്നിക്കറിയിൽ ഇത്തിരി നാരങ്ങ പിഴിയാം. കഴിക്കാം. അതിൽ നാരങ്ങ ഇത്തിരി പിഴിയാം. നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഇത്തിരി ഇവിടെ ഉള്ളവർ ഇതിനെ കടുമ്പെന്നാണ് പറയണത്. ഇത് മൊത്തം തിന്നു. അടിപൊളിയായിട്ടുണ്ട്. നല്ല നെയ്യുണ്ട്. ഒന്ന് വെച്ചിട്ട് ഇതാണ് നെയ്യ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.